ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ യു കെയിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ. അന്നേരം ഏത് ജോലിക്കായാലും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും ഉണ്ട്. അന്നേരം എനിക്കിവിടെ യു കെയിൽ വന്നിട്ട് എനിക്ക് സന്തോഷം കണ്ടെത്താൻ, അതായത് എനിക്കിവിടെ യു കെയിൽ വന്നിട്ട് എന്ത് നേടാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അന്നേരം വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഫസ്റ്റിൽ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു രാജ്യത്തിലെ ഒരു അബ്രോഡ് രാജ്യത്ത് പോയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് റിജക്റ്റ് ചെയ്യരുത്. അത് നിങ്ങൾക്കിപ്പം പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് PG കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു ഇവിടെ വന്ന് ഫസ്റ്റ് ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. അന്നേരം പാർട്ട് ടൈം ജോലി ചെയ്തു, പിന്നെ വർക്ക് വിസയിൽ കയറി, അങ്ങനെ എന്താണ് ഫുൾ ടൈം ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അന്നേരം എനിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഫസ്റ്റൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാണും. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്കൊരു സാലറി കിട്ടുമ്പോൾ ആ സാലറി കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് തന്നെയാണ്. ആദ്യമേ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ വരുന്ന സമയത്ത് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യത്തെ ഒരു വർഷത്തെ മാത്രം ഫീസ് അടച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴത്തേക്കും എനിക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിരുന്നു. അന്നേരം അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരുന്നു പേ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. അന്നേരം ആ ഒരു ട്യൂഷൻ ഫീസ് എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് പേ ചെയ്യാനായിട്ട് സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി പേര് സ്റ്റുഡൻ്റായിട്ടൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് സാധിക്കും. ഒത്തിരി അടിച്ചുപൊളി ലൈഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ഒതുങ്ങി കുറച്ച് സേവൊക്കെ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പാർട്ട് ടൈം ജോലിയിലൂടെ തന്നെ നമുക്ക് ട്യൂഷൻ ഫീസും മറ്റും അടയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ യു കെയിലേക്ക് വരുന്ന ടൈമിൽ നമുക്കറിയാം ഒത്തിരി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് ചാർജ് എടുക്കണമായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ ഫിക്സ്ഡായിട്ട് ഇത്ര ഡിപ്പോസിറ്റ് കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒത്തിരി ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഗോൾഡ് ലോണൊക്കെ ഇത് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം എനിക്കിവിടെ വിസ എടുത്തതിന് ശേഷം ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഇത്ര വന്നിട്ട് 4 വർഷമാകാൻ പോകുന്നു. അന്നേരം ഈ ഒരു 4 വർഷത്തിലായാലും നമ്മൾ ഒരുമിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനം എല്ലാ വർഷവും നമ്മൾ നമ്മുടെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോകും എന്നുള്ളത്. കാരണം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നിടത്ത് എന്തായാലും നമുക്കൊരു മാസത്തിൽ കൂടുതൽ ഹോളിഡേയ്സ് ആയിട്ട് കിട്ടും. അന്നേരം നമ്മൾ ആ ഹോളിഡേയ്സ് നമ്മളിവിടെ അങ്ങനെ അധികം പോകാതെ നമ്മൾ നമ്മുടെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പോകുന്നതിനായിട്ട് കൂടുതലായിട്ട് നോക്കാറുള്ളത്. അന്നേരം എല്ലാ വർഷവും നമ്മൾ നാട്ടിൽ പോകും. അത് ഒരു വലിയൊരു കാര്യമായിട്ട്, കാരണം നമ്മുടെ പേരൻസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലയിൽ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു എത്താനൊക്കെ ആയിട്ട് സാധിച്ചത്. അന്നേരം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ പോയിട്ട് കാണുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി കൊടുക്കുക, അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അന്നേരം അതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക ഒത്തിരി എക്സ്പെൻസ് കാര്യമില്ലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വർഷം നമ്മൾ നമ്മുടെ പേരൻസിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ കുറച്ച് നേരത്തെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ അത്ര വലിയ എക്സ്പെൻസ് ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ
ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് ഒരു 6 months മുമ്പേ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അന്നേരം നമ്മുടെ എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എനിക്ക് തോന്നുന്നു 52,000 എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം അത്ര വലിയ എക്സ്പെൻസ് ഒന്നുമല്ല. നമുക്കൊരു മാസം എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു നോർമലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു 1,600 ബേസിക് പേ വെച്ചിട്ടാണെങ്കിൽ ഒരു 1,600 പൗണ്ടേലും കിട്ടും. അത് അത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാരൻസിനെയൊക്കെ പോയി കാണാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അന്നേരം അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അന്നേരം ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് അവർക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുവാനും അവരുടെ കൂടെ ചിലവഴിക്കാനും അതൊക്കെ ഇവിടെ ജോലി ചെയ്യാനൊക്കെ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അന്നേരം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ 1 year അവിടെ പോയിട്ട് നമ്മൾ ഏൺ ചെയ്ത കുറച്ച് പൈസയും കൊണ്ട് അവരെ കൊണ്ടൊക്കെ പുറത്തൊക്കെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനും അതുപോലെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കറങ്ങാനൊക്കെ പോകാനൊക്കെ അതൊക്കെ സാധിച്ചെന്ന് വെച്ചാൽ ദൈവാനുഗ്രഹത്തിൽ ഈ ഒരു ജോലിയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു രാജ്യത്ത് വരാൻ സാധിച്ചത് കൊണ്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇതിപ്പോൾ എവിടെ ചിലപ്പോൾ നാട്ടിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിലും നടക്കുമെന്നുള്ള കാര്യം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ് പറയുന്നത്. അന്നേരം എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ ഇതേപോലെ നല്ലൊരു വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല ജോലിയും അത്യാവശ്യം പൈസയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കതും സാധിക്കും. അത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് നേടാൻ കഴിഞ്ഞ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് കൂടുതലും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡൻറ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് നമുക്കൊരു ചെറിയ കാര്യം മേടിക്കണമെങ്കിൽ വരെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ജോലി ഉള്ളതുകൊണ്ട് ദൈവാനുഗ്രഹത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ, അല്ലെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്ന അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നേടാൻ കഴിഞ്ഞ എനിക്ക് ഹാപ്പിനെസ് തരുന്നൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടാവുള്ളൂ. നമ്മൾ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു എനിക്കൊരു സ്വന്തമായിട്ടൊരു ബ്രേസ്ലെറ്റ് മേടിക്കണം എന്നുള്ളത്. അന്നേരം അത് ഞാനിങ്ങനെ പൈസ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം അങ്ങനെ എനിക്ക് മേടിക്കാനായിട്ട് സാധിച്ചു. അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ആദ്യമായിട്ട് നമുക്കങ്ങനെ സ്വർണ്ണം അങ്ങനെയൊന്നും മേടിക്കാൻ നമുക്കൊരു ജോലി ഒരു പ്രോപ്പറായിട്ടുള്ള വരുമാനമോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ചെറിയ നമ്മുടെ സേവിങ്സ് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചെടുക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. അന്നേരം ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചത്. അന്നേരം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.